+1 മാത്തമാറ്റിക്സിൻ്റെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഒന്നാമത്തെ ചാപ്റ്ററായ സെറ്റ്സിൽ നിന്നും ഉള്ള ടോപ്പിക്സ് പവർ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്, വെൻ ഡയഗ്രാം. ഈ ടോപ്പിക്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള ടോപ്പിക്കുകൾ ക്ലാസ്സുകൾ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രമേ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കാണാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കായ പവർ സെറ്റിലേക്ക് പോവാം. പവർ സെറ്റ്. ഒരു സെറ്റ് ക്യാപിറ്റൽ എ കൺസിഡർ ചെയ്യാം. നമുക്കൊരു സെറ്റ് എടുക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, സപ്പോസ് എ ഈക്വൽ ടു സെറ്റ് 1, 2. എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമുക്കറിയാം ഇതിൻ്റെ സബ്സെറ്റ്സ് എങ്ങനെ എഴുതണം എന്നല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു സെറ്റിൻ്റെ സബ്സെറ്റുകൾ എങ്ങനെ എഴുതാം. അപ്പോൾ ഇതിൻ്റെ സബ്സെറ്റ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. ഒന്നാമത്തെ സബ്സെറ്റ് നമ്മൾ 5 എഴുതുന്നു. അടുത്തത് സെറ്റ് 1, പിന്നെ സെറ്റ് 2, പിന്നെ ആ സെറ്റ് തന്നെ 1, 2. ഒരു സെറ്റ് ക്യാപിറ്റൽ എ ഈക്വൽ ടു 1, 2 നമ്മൾ എടുത്തപ്പോൾ അതിൻ്റെ സബ്സെറ്റ്സുകളൊക്കെ നമ്മൾ എഴുതി. 4 സബ്സെറ്റുകളുണ്ട്. ഇനി പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ പവർ സെറ്റ് ഓഫ് എ മീൻസ് ദി സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ. അപ്പോൾ സബ്സെറ്റുകൾ മെമ്പറായിട്ട് വരുന്ന സെറ്റിനെയാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വി ഡിനോട്ട് ഇറ്റ് ബൈ പി ഓഫ് എ. പി ഓഫ് എ എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ പവർ സെറ്റ് ഓഫ് എ. അത് എഴുതുന്നത് ശ്രദ്ധിക്കുക. ഇത് ഒരു വലിയ സെറ്റാണ്. ആ സെറ്റിലുള്ള മെമ്പേഴ്സ് ആരാണ്? എയുടെ സബ്സെറ്റ്സ്. അപ്പോൾ ഈ സബ്സെറ്റുകളെ മെമ്പേഴ്സ് ആക്കിക്കൊണ്ട് എഴുതുന്ന ഒരു വലിയ സെറ്റിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എയുടെ സബ്സെറ്റുകളെ മെമ്പറാക്കിക്കൊണ്ട് എഴുതുന്ന സെറ്റിനെ പവർ സെറ്റ് ഓഫ് എ എന്ന് നമുക്ക് പറയാം. വി ഡിനോട്ട് ഇറ്റ് ബൈ പി ഓഫ് എ. ദഫോർ പി ഓഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ്. മെമ്പേഴ്സിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു. 5, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, 2. പിന്നെ ആ ബ്രാക്കറ്റ് ഒന്നുകൂടി ക്ലോസ് ചെയ്യുക. അതായത് വലിയൊരു സെറ്റിലുള്ള മെമ്പേഴ്സൊക്കെ വീണ്ടും സെറ്റ്സാണ്. ആ സബ്സെറ്റ്സാണ് അതിലുള്ള മെമ്പേഴ്സായിട്ട് വരുന്നത്. അങ്ങനെയുള്ള സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ സെറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, എ എന്ന് പറയുന്ന സെറ്റിൽ 2 എലമെൻ്റാണ് ഉള്ളത്. നമ്മുടെ പവർ സെറ്റിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം നോക്കിയേ, 4 എണ്ണമാണ്. അതായത് സബ്സെറ്റുകളുടെ എണ്ണമായിരിക്കും പവർ സെറ്റിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം. അപ്പോൾ എൻ ഓഫ് പി ഓഫ് എ എന്ന് പറയുന്നത് ഈ എൻ ഓഫ് എയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊരു ഫോർമുല ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം? അതായത് ഇപ്പം നമ്മൾ ചെയ്ത സെറ്റിനകത്ത് എയിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം 2 ആയിരുന്നു. അപ്പോൾ എൻ ഓഫ് എ 2 ആയപ്പോൾ നമ്മുടെ പവർ സെറ്റിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം എൻ ഓഫ് പി ഓഫ് എ നമുക്ക് എന്ത് കിട്ടി? പവർ സെറ്റിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം 2⁻² എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഈ എൻ ഓഫ് എ ഈക്വൽ ടു എം ആണെങ്കിൽ എൻ ഓഫ് പി ഓഫ് എ എന്തായിരിക്കും? എൻ ഓഫ് പി ഓഫ് എ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഓഫ് പി ഓഫ് എ ഈസ് ഈക്വൽ ടു 2⁻m എന്ന് എഴുതാം അല്ലേ. അതായത് എയുടെ സബ്സെറ്റുകളുടെ എണ്ണമാണ് പവർ സെറ്റിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം. എയുടെ സബ്സെറ്റുകളുടെ എണ്ണമാണ് പവർ സെറ്റിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം. അപ്പോൾ എയിൽ 2 എലമെൻ്റ് ആണെങ്കിൽ പവർ സെറ്റിൽ 2⁻² എലമെൻറ്റ്സ് ആണ്. അതുപോലെ എയിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം എം ആണെങ്കിലോ പവർ സെറ്റിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാവും? 2⁻m. അപ്പോൾ നമ്മളിതിവിടെ ഓർത്ത് വെക്കേണ്ട ഒരു ചെറിയൊരു ഫോർമുലയാണിത്. നേരത്തെ നമ്മൾ സബ്സെറ്റുകളുടെ എണ്ണം കാണാനൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക. പവർ സെറ്റിനകത്തുള്ള മെമ്പേഴ്സ് എല്ലാം തന്നെ പി ഓഫ് എയുടെ മെമ്പേഴ്സ് ഒക്കെ തന്നെ എയുടെ സബ്സെറ്റുകളാണ്. അപ്പോൾ പി ഓഫ് എ എന്ന് പറയുന്ന സെറ്റിനകത്ത് എത്ര മെമ്പർ ഉണ്ടെന്ന് ചോദിച്ചാൽ സബ്സെറ്റുകളുടെ എണ്ണമാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഇപ്പോൾ എയിൽ m മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം 2⁻m ആണ്. അപ്പോൾ എൻ ഓഫ് പി ഓഫ് എ എന്തായിരിക്കും? 2⁻m എന്ന് എഴുതാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ എന്ന് ചോദിക്കുന്നതിന് പകരം റൈറ്റ് ദി പവർ സെറ്റ് ഓഫ് സെറ്റ് എ ഈക്വൽ ടു സെറ്റ് എ, ബി, സി. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എയുടെ സബ്സെറ്റുകൾ ആണ് അറിയേണ്ടത്. ഇവിടെ നമുക്ക് പി ഓഫ് എ ഡയറക്റ്റ് ഒന്ന് എഴുതി നോക്കാം. പി ഓഫ് എ ഈക്വൽ ടു പവർ സെറ്റാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കർലി ബ്രാക്കറ്റ് ഇടുക. ഇനി
എയുടെ സബ്സെറ്റുകളാണ് ഇതിനകത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എയുടെ സബ്സെറ്റ്സ് നേരത്തെ ലിസ്റ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിവിടെ പവർ സെറ്റ് നേരിട്ട് അങ്ങോട്ട് എഴുതാം. അപ്പോൾ എയുടെ സബ്സെറ്റുകൾ ഒന്ന് ഓർത്ത് നോക്കുക. എ എന്ന് പറയുന്ന സെറ്റിൽ 3 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര സബ്സെറ്റുകൾ ഇവിടെ പോസിബിൾ ആയിരിക്കും? 2⁻3. അതായത് 8 സബ്സെറ്റ്സ് ആണ് നമ്മൾ ഈ പി ഓഫ് എയിലുള്ള മെമ്പേഴ്സായിട്ട് വരേണ്ടത്. അപ്പം എഴുതുന്നത് ശ്രദ്ധിക്കുക. എയുടെ ആദ്യത്തെ സബ്സെറ്റ് നമ്മൾ എഴുതുന്നു നൾ സെറ്റ് 5, പിന്നെ സെറ്റ് എ, പിന്നെ സെറ്റ് ബി, സെറ്റ് സി, പിന്നെ സെറ്റ് 2 മെമ്പേഴ്സ് ചെയ്തുള്ള സെറ്റ് എ ബി, പിന്നെ സെറ്റ് എ സി, പിന്നെ സെറ്റ് ബി സി. 2 മെമ്പേഴ്സുള്ള സെറ്റുകൾ കഴിഞ്ഞു. അപ്പോഴിനി ഒരു സെറ്റും കൂടി എഴുതാനുണ്ട്, സെറ്റ് എ ബി സി. ആ സെറ്റ് തന്നെ അതിൻ്റെ സബ്സെറ്റാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതും കൂടി എഴുതുന്നു. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 മെമ്പേഴ്സായി. നമുക്കിതിനെ ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് വെക്കാൻ പാടില്ല. നമ്മളതിനെ ക്ലോസ് ചെയ്യണം. അതായത് പി ഓഫ് എ എന്ന് പറയുന്ന ആ സെറ്റിനകത്ത് നമുക്കുള്ള മെമ്പേഴ്സ് എയുടെ സബ്സെറ്റ്സ് ആണ്. അപ്പോൾ ആ എല്ലാ സബ്സെറ്റ്സും എഴുതിയതിന് ശേഷം നമ്മൾ തുടങ്ങിയ ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പവർ സെറ്റ് റെഡിയായി. പവർ സെറ്റുള്ള എത്ര മെമ്പറാണെന്ന് ചോദിച്ചാൽ നമുക്കിത് എഴുതി നോക്കാതെ തന്നെ പറയാൻ പറ്റും. കാരണം എയിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം 3 ആണ്. പവർ സെറ്റിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം 2⁻3 ആണ്. പവർ സെറ്റ് എഴുതുക എന്നുള്ളത് നമ്മൾ പബ്ലിക് എക്സാമിന് പലപ്പോഴായിട്ട് വരാറുള്ള ഒരു ചോദ്യമാണ് ഈ പവർ സെറ്റ് എഴുതുക എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക പവർ സെറ്റ് എന്താണെന്ന്. പവർ സെറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് ദി ഗിവൺ സെറ്റ്. അടുത്തതായി നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സൽ സെറ്റ്, നമ്മൾ ആ യൂണിവേഴ്സൽ സെറ്റിനെ സാധാരണയായിട്ട് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ യു എന്നാണ്. ഇനി എന്താണ് ഈ യു എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ കുറച്ച് സെറ്റുകൾ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. ഇപ്പോൾ എ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് നാച്ചുറൽ നമ്പേഴ്സാണ് സെലക്ട് ചെയ്യുന്നത്. 1 2 3 എ എടുക്കുന്നു. പിന്നെ ബി എടുക്കുന്നത് 2 4 6 എടുക്കുന്നു. ആൻഡ് സി എടുക്കുന്നത് 2 3 5 എടുക്കും. ഒരു പ്രത്യേക ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ പ്രത്യേക ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ കുറച്ച് സെറ്റുകൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സൂപ്പർ സെറ്റായിട്ട് വരുന്ന ഒരു സെറ്റിനെയാണ് എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ സെറ്റുകളെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വലിയ സെറ്റ്. അപ്പോൾ യൂനെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാം? യൂനെ ഇങ്ങനെ എഴുതാം, സെറ്റ് 1 2 3 4 5 6ൽ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. കാരണം ഇതൊക്കെ ഈ എലമെൻ്റ് ഒക്കെ തന്നെ യൂലുണ്ട്. വേണമെങ്കിൽ എനിക്ക് 6 വരെ എഴുതാം. ഏറ്റവും മിനിമം നമ്പർ അത്രയാണ്. ഇതിലുള്ള എല്ലാ എലമെൻറ്റ്സും അതിനകത്ത് ഉണ്ടാവണം. വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം, 7 8. അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ സെറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ സെറ്റ്? ദി സൂപ്പർ സെറ്റ് ഓഫ് ഓൾ സെറ്റ്സ് കൺസിഡേർഡ് ഇൻ എ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്. അതായത് ഒരു പ്രത്യേക ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റുകളുടെ ഒക്കെ തന്നെ സൂപ്പർ സെറ്റായിട്ട്, പ്രത്യേക കോണ്ടെക്സ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റുകളുടെ ഒക്കെ തന്നെ സൂപ്പർ സെറ്റായിട്ട് വരുന്ന മറ്റൊരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ അതിൽ ഇത്ര എലമെൻറ്റ്സ് മിനിമം വേണമെന്ന് നമുക്ക് നോക്കി വെക്കാം. കാരണം ഇതിനകത്തെല്ലാം ഉള്ള എലമെൻറ്റ്സ് അതിനകത്ത് വരണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ 1 2 3 4 5 6 വരെ എഴുതിയാൽ മിനിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ത് യൂണിവേഴ്സൽ സെറ്റായി. ഇനി അതിൽ മേലോട്ടേക്ക് നമുക്ക് എത്ര വേണമെങ്കിലും കൊടുത്തിട്ട് യൂണിവേഴ്സൽ സെറ്റ് എഴുതാം. വേണമെങ്കിൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് തന്നെ ഇതിൻ്റെ യൂണിവേഴ്സൽ സെറ്റായിട്ട് എടുക്കാം. അപ്പോൾ സാധാരണഗതിയിലുള്ള ചോദ്യങ്ങളിൽ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ക്വസ്റ്റ്യനിൽ തന്നെ തരും. ഇനി അല്ലാത്ത കേസിൽ നമുക്കിതുപോലെ നമ്മുടെ രീതിയിൽ അതിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി വി ഡിനോട്ട് ദി യൂണിവേഴ്സൽ സെറ്റ് യൂസിങ് ദി ലെറ്റർ ക്യാപിറ്റൽ യു. ക്യാപിറ്റൽ യു എന്ന് കണ്ടാൽ ഉടനെ മനസ്സിലാക്കണം അത് യൂണിവേഴ്സൽ സെറ്റാണ്. അതിൻ്റെ സബ്സെറ്റുകളെ നമ്മൾ സാധാരണ എ ബി സി എന്നൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഇപ്പം ബി എന്ന് എടുക്കുകയാണെങ്കിൽ എ ബി സി ഈ 3 സെറ്റുകളുടെ ഒക്കെ സൂപ്പർ സെറ്റായിട്ട് ആര് വരുന്നുണ്ട്? യു വരുന്നുണ്ട്. അപ്പോൾ യു ഒരു യൂണിവേഴ്സൽ സെറ്റാണ്. നമ്മുടെ അടുത്ത ടോപ്പിക്ക് വെൻ ഡയഗ്രാംസ് ആണ്. സാധാരണ സെറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ 2 മെത്തേഡാണ് ഇവിടെ പഠിച്ചു കഴിഞ്ഞത്.
ഒന്ന് റോസ്റ്റർ മെത്തേഡാണ്, മറ്റൊന്ന് സെറ്റ് ബിൽഡർ ഫോമാണ്. 2 മെത്തേഡ് പഠിച്ചു. ഒന്ന് റോസ്റ്റർ ഫോം, മറ്റൊന്ന് സെറ്റ് ബിൽഡർ ഫോം. മൂന്നാമതൊരു റെപ്രസെൻറ്റേഷനാണ് യൂസിങ് പിക്ചേഴ്സ്. നമ്മൾ പിക്ചേഴ്സ് യൂസ് ചെയ്ത് ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സെറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ആ ചിത്രങ്ങൾ യൂസ് ചെയ്തിട്ട് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് വെൻ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ വെൻ ഡയഗ്രാംസ് വരക്കുമ്പോൾ കുറേ സെറ്റ്സ് നമുക്കുണ്ടാവും അല്ലേ. എ ബി എന്നൊക്കെ സെറ്റ് ഉണ്ടാവും. നമുക്ക് എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ബി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. ഈ 2 സെറ്റുകളുടെയും സൂപ്പർ സെറ്റായിട്ട് നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 3 സെറ്റുകളെ എങ്ങനെയാണ് നമ്മൾ ചിത്രത്തിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. സാധാരണഗതിയിൽ യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഡയഗ്രാംസാണ്. മറ്റ് സെറ്റുകളെ എ ബി എന്ന് പറയുന്ന മറ്റു സെറ്റുകളെ, ഇതിൻ്റെ സബ്സെറ്റുകളായിട്ട് വരുന്ന സെറ്റുകളെ സാധാരണ ക്ലോസ്ഡ് ഫിഗേഴ്സ് ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. സാധാരണ റൗണ്ടായിട്ട് സർക്കുലർ ഫോമിലാണ് നമ്മൾ ഇതിനെ ക്ലോസ്ഡ് ഫിഗേഴ്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ചിത്രം ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ യു എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ സെറ്റിനെ റെക്റ്റാങ്കുലർ ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും നമ്മുടെ സെറ്റ്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ സൂപ്പർ സെറ്റാണ് യു. അപ്പോൾ ഈ റെക്റ്റാങ്കുലർ പിക്ചറിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ എയെ ഒരു ക്ലോസ്ഡ് ഫിഗറിനകത്ത് കാണിക്കുന്നു. അപ്പോൾ ഈ സെറ്റിൻ എയിലുള്ള മെമ്പേഴ്സൊക്കെ എവിടെയാണ് ഉണ്ടാവുക? ഇതിനുള്ളിലാണ് ഉണ്ടാവുക. അപ്പോൾ യുവിൽ ഈ റെക്റ്റാങ്കിളിനകത്തുള്ള എല്ലാ മെമ്പേഴ്സും യുവിലുണ്ടാവും. അപ്പോൾ എക്കകത്തുള്ള എലമെൻസും എവിടെയുണ്ടാവും? യുവിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു യൂണിവേഴ്സൽ സെറ്റും ഒരു സിംഗിൾ സെറ്റും തന്നാൽ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി. അടുത്തൊരു ചിത്രം നോക്കുക. ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ഇതിനകത്ത് യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. അതിൻ്റെ സബ്സെറ്റുകളായിട്ട് 2 സെറ്റുകളുണ്ട്, എയും ബിയും ഉണ്ട്. ഇനി ഇതിൽ നിന്ന് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാവും. ബീൻ്റെ ഉള്ളിലാണ് എ വരച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എ ബിയുടെ ആരായിരിക്കും? സബ്സെറ്റായിരിക്കും. അപ്പോൾ എയിലുള്ള മെമ്പേഴ്സ്, ബിയിലുള്ള മെമ്പേഴ്സ്, ബിക്ക് ഉള്ളിലുള്ളത്, യുവിലുള്ളത് ഈ റെക്റ്റാങ്കുലർ ഷേപ്പിനകത്തുള്ള മെമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ റെപ്രസെൻറ്റേഷൻ ഒന്ന് പരിചയപ്പെട്ടു എന്നേ ഉള്ളൂ. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് ഓരോ എക്സാമ്പിളിലും ഓരോ ഓപ്പറേഷൻസ് പഠിക്കുമ്പോഴും ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യം ഇതൊന്ന് പരിചയപ്പെടുത്തൽ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ഇവിടെ ഒരു സെറ്റ് എ ഉണ്ട്, ബി ഉണ്ട്. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് ബിക്കുള്ളിലാണ് എ ഉള്ളത്. അപ്പോൾ എ ആരുടെ സബ്സെറ്റാണ്? ബിയുടെ സബ്സെറ്റാണ്. ഇനി ഇത് 2 സെറ്റും ആരുടെ സബ്സെറ്റായിരിക്കും? യുവിൻ്റെ സബ്സെറ്റാണ്. കാരണം ഇത് ഈ റെക്റ്റാങ്കുലർ ഷേപ്പിനകത്താണുള്ളത്. അപ്പോൾ യുവിൻ്റെ 2 സബ്സെറ്റുകളാണ് എയും ബിയും. വീണ്ടും എ ബിയുടെ സബ്സെറ്റാണ്. അതൊക്കെ ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. അടുത്ത ചിത്രം ഒന്ന് ശ്രദ്ധിക്കാം. യു എന്നത് യൂണിവേഴ്സൽ സെറ്റാണ്. യു ഈസ് എ യൂണിവേഴ്സൽ സെറ്റ്. ഇനി യുവിൻ്റെ സബ്സെറ്റുകളായിട്ട് നമുക്ക് വരുന്നത് എയും ബിയും ആണ്. അപ്പോൾ ഇവിടെ എയിലും ബിയിലും വ്യത്യസ്തങ്ങളായ എലമെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. എയിലുള്ള എലമെൻറ്റ്സ് കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പം 2 വ്യത്യസ്തങ്ങളായ സെറ്റ്സായിട്ട് നമ്മൾ വരച്ച് കാണിക്കുന്നു. ഈ ചിത്രങ്ങളെല്ലാം മനസ്സിലേക്ക് വെക്കുക. നമ്മൾ അടുത്ത ഓരോ ടോപ്പിക്ക് വരുമ്പോഴും ഇങ്ങനത്തെ ചിത്രങ്ങളുടെ പ്രാധാന്യം ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലേക്ക് ഓർത്ത് വെക്കുക. ഇനി ഒരു ചിത്രം കൂടി നമുക്കൊന്ന് നോക്കാം. വെൻ ഡയഗ്രത്തിൻ്റെ അടുത്തൊരു ചിത്രം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് യു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള യൂണിവേഴ്സൽ സെറ്റ്. ഇനി എ എന്ന് പറയുന്ന ആദ്യത്തെ സെറ്റ്, ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ്. രണ്ടും കൂടി നോക്കുക. രണ്ടിനും കോമൺ ആയിട്ടൊരു പോർഷൻ വരുന്നുണ്ട് ഇവിടെ അല്ലേ. ഇവിടെ ആരായിരിക്കും ഉണ്ടാവുക? ഇവിടെ നമ്മൾ അതിൽ 2 സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻസിനെയാണ് എഴുതുന്നത്. കോമൺ ആയിട്ടുള്ള എലമെൻസിനെ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് എ എന്ന് പറയുന്ന സെറ്റിൽ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിൽ എലമെൻറ്റ്സ് 1 2 3, ബിയിൽ 2 3 5, യുവിൽ 1 2 3 4 5 ആണെങ്കിൽ നമ്മൾ ഈ വെൻ ഡയഗ്രത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന റൗണ്ടിൽ, എ എന്ന് പറയുന്ന ഈ റൗണ്ടിനകത്ത് എലമെൻറ്റ്സ് വരേണ്ടത് 1 2 3 ആണ്. ബിക്കകത്ത് 2 3 5 ആണ്. അപ്പോൾ എക്കും ബിക്കും കോമൺ ആയിട്ട് നമുക്കറിയാം ഇതിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2 and 3.
അപ്പോൾ ഈ എലമെൻസിനെ നമുക്ക് ഈ വെൻ ഡയഗ്രത്തിൽ കോമൺ ആയിട്ടുള്ള പോർഷനിൽ എഴുതാം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് 2, 3 ഇവിടെ എഴുതാം. ഇനി എ എന്ന് പറയുന്ന റൗണ്ടിനകത്ത്, എ എന്ന് പറയുന്ന ആ സർക്കുലർ പോർഷനിനകത്ത് എക്കകത്ത് നമുക്കറിയാം 2, 3 നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഉള്ളിൽ 2, 3 വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരാ ഉള്ളത് പുറത്ത്? 1. അപ്പോൾ അതിനെ നമുക്ക് എവിടെ എഴുതാം? 1നെ ഇവിടെ എഴുതാം. ഇനി അതുപോലെ ബിയിൽ 2, 3 വന്നു കഴിഞ്ഞു. 5 നമുക്ക് ഇവിടെ എഴുതാം. അപ്പം 5 അവിടെയുണ്ട്. ഇനി യൂണിവേഴ്സൽ സെറ്റിൽ 1, 2, 3, 4, 5 അതിൽ 1, 2, 3, 5 ഇതിനുള്ളിൽ വന്നു. അപ്പോൾ 4 നമുക്ക് പുറത്ത് എവിടെയെങ്കിലും എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ എലമെൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇത് എലമെൻസിനെ ഡിനോട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഡോട്ട് ഇട്ട് കാണിക്കാം. അതിന് ഡോട്ട് ഓരോ എലമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ 4 എന്ന് പറയുന്ന പോയിൻ്റ് പുറത്താണ് എലമെൻറ്റ്. അപ്പോൾ ഇത് പോയിൻ്റ് 1 ഒന്നും വായിക്കാൻ പാടില്ല. ചില കേസിൽ നമ്മൾ ഡോട്ട് ഇടാണ്ട് തന്നെയാണ് എഴുതാറ്. അപ്പോൾ ഡോട്ട് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എലമെൻറ്റ്സ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് എഴുതിയാൽ മതി. പോയിൻറ്റ്സിനെ മാർക്ക് ചെയ്യാം. 0.1 ഒന്നും വായിക്കാൻ പാടില്ല. ഞാനത് എലമെൻറ്റിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഡോട്ടാണ്. അപ്പോൾ അത് 0.1 ഒന്നും കാണിക്കാൻ പാടില്ല. ഇതിനെ നമ്മൾ കുറച്ചും കൂടി നമുക്ക് വേണമെങ്കിൽ ഡാർക്കൻ ചെയ്തിട്ട് കാണിക്കാം. പോയിൻറ്റിനെ മാർക്ക് ചെയ്യാൻ നമുക്ക് ഡോട്ട്സ് ഉപയോഗിക്കാം. പിന്നെ ഡോട്ട്സ് ഉപയോഗിക്കുന്നില്ലെങ്കിലും അതിൽ എൻ്റർ ചെയ്ത് വൃത്തിയായിട്ട് നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്താൽ ശരിയാവും. അപ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീടുള്ള ടോപ്പിക്സിൽ പഠിക്കും. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി.